നമസ്കാരം. പ്രധാന വാർത്തകൾ. അട്ടപ്പാടി അഗളി ചാവടിയൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ സ്വദേശികളാണ് മരിച്ചവർ. അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ഇരുവരും. വനിതാ സംവരണം എന്ന പേരിൽ ലോക്സഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കാനും മണ്ഡല പുനർനിർണയം നടത്താനുമുള്ള നീക്കം ബിജെപി സർക്കാരിന്റെ ഹിഡൻ അജണ്ടയെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ. ബിജെപിക്ക് ഭരണം തുടരാൻ അനുകൂല ഇന്ത്യയെ സൃഷ്ടിച്ചെടുക്കാനാണ് നീക്കമെന്നും നജ്മ തബ്ഷീറ. വനിതാ സംവരണ ബില്ലിനെ പിന്തുണച്ചും ഡിലിമിറ്റേഷൻ ബില്ലിനോട് കടുത്ത എതിർപ്പും രേഖപ്പെടുത്തി പാർലമെന്റിൽ ഇ.ടി. മുഹമ്മദ് ബഷീർ MP. രണ്ടും പരസ്പരം കൂട്ടിക്കെട്ടി ജനാധിപത്യ അവകാശങ്ങളെ ധ്വംസിക്കാൻ നീക്കമെന്നും ഇ.ടി. മുഹമ്മദ് ബഷീർ. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് വിലയിരുത്തി UDF കമ്മിറ്റി. ബൂത്ത് തല വോട്ട് കണക്ക് പരിശോധിച്ചാണ് വിലയിരുത്തൽ. UDF ട്രെൻഡുണ്ടായാൽ ഭൂരിപക്ഷം 20,000 കടക്കും. ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ചെന്ന കേസ് പ്രതി പാലക്കാട് നഗരസഭാ കോൺഗ്രസ് കൌൺസിലർ M. പ്രശോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ മണ്ണാർക്കാട് SC/ST കോടതി തള്ളി. അതിജീവിതയെ കോടതി വിസ്തരിച്ചു. കനത്ത ചൂടിൽ ഓട്ടോറിക്ഷയുടെ മുൻവശത്തെ ചില്ല തകർന്നു വീണു. മണ്ണാർക്കാടാണ് സംഭവം. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കാലിന് പരിക്ക്. വാർത്തകൾ വിശദമായി. അട്ടപ്പാടി അഗളി ചാവടിയൂർ പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ യുവാക്കൾ മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ സ്വദേശികളായ സത്യം, നിതീഷ് എന്നിവരാണ് മരിച്ചത്. അവധി ആഘോഷിക്കാൻ എത്തിയതാണ് ഇരുവരും. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് അപകടം. സ്ഥലത്തെത്തിയ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. വനിതാ സംവരണം നടപ്പാക്കാനെന്ന പേരിൽ ലോക്സഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനും മണ്ഡലം പുനർനിർണയം നടത്തുന്നതിനുമുള്ള നീക്കം ബിജെപി സർക്കാരിന്റെ ഹിഡൻ അജണ്ടയാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ പറഞ്ഞു. ബിജെപിക്ക് ഭരണം തുടരുന്നതിന് അവർക്ക് അനുകൂലമായി ഇന്ത്യയെ സുരക്ഷിത ആധിപത്യ രാഷ്ട്രമായി മാറ്റാനാണ് നീക്കം. ദക്ഷിണേന്ത്യൻ ഭാഗത്തു നിന്നും ലോക്സഭയിൽ പ്രാതിനിധ്യം കുറയും. ഇത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണെന്നും നജ്മ തബ്ഷീറ മലബാർ ന്യൂസിനോട് പറഞ്ഞു. 2024 തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് നേരിട്ട വലിയ വെല്ലുവിളി യഥാർത്ഥത്തിൽ അവരൊരു കുറച്ചുകൂടി അരോഗ്യന്റായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇപ്പം ഇന്നലെ പാർലമെന്റിൽ ചർച്ച നടന്നിട്ടുള്ള ഡിലിമിറ്റേഷൻ ബില്ല് മുന്നോട്ട് വെക്കുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി ഹിന്ദി ബെൽറ്റിൽ ഇപ്പം മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ പോലെ, ബീഹാർ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ വലിയ രൂപത്തിലുള്ളൊരു സീറ്റ് വർധന ഉണ്ടാക്കാൻ താല്പര്യപ്പെടുകയും അതോടൊപ്പം സദേൺ സ്റ്റേറ്റുകളിൽ കേരള, കർണാടക, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിലെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുന്ന, പ്രാക്ടിക്കലി എണ്ണം കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു ബില്ലായിട്ടാണ് ഒരു ഭേദഗതിയായിട്ടാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. അഥവാ 2029 വെരി നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് അപ്രമാദിത്വം കിട്ടുന്ന രൂപത്തിൽ ഇതിനെ ഉപയോഗിക്കുക, മിസ്യൂസ് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളം പോലെയുള്ള സദേൺ സ്റ്റേറ്റുകളോട് കൃത്യമായ അവഗണന കാണിക്കാനാണ് യഥാർത്ഥത്തിൽ ഈ ബില്ല് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബില്ല് മുന്നോട്ട് പോകുന്നത്. അത് എനിക്ക് തോന്നുന്നു ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരിക്കും. ഈ വനിതാ സംവരണം എന്ന് പറയുന്ന മനോഹരമായ ഒരു ഐഡിയ മുന്നിൽ വെക്കുകയും എന്നാൽ അതോടൊപ്പം തന്നെ ഇന്ത്യയെ കൃത്യമായി വിഭജിക്കുന്ന, ഇന്ത്യയെ ബിജെപിക്ക് ഒരു സേഫർ സ്റ്റേറ്റ് ആക്കി വെക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വനിതാ സംവരണത്തെ ഞങ്ങൾ എല്ലാ കാലത്തും അനുകൂലിക്കുന്നതോടൊപ്പം തന്നെ ഇതിലുള്ളൊരു ഹിഡൻ അജണ്ടയെ വലിയ രൂപത്തിൽ ശക്തമായി തുറന്നു കാണിക്കും. അതിനോടുള്ള എതിർപ്പ്, വിയോജിപ്പ് കൃത്യമായി പാർലമെന്റിൽ ഇപ്പം പ്രകടിപ്പിച്ചുകൊള്ളുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് നിലനിൽക്കുന്നത്. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനഃക്രമീകരണവും വനിതാ സംവരണ ബില്ലും പരസ്പരം കൂട്ടിക്കെട്ടി ജനാധിപത്യ അവകാശങ്ങൾ ധ്വംസിക്കുന്ന നിലയിലാണെന്ന് മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡറും ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ ഇ.ടി. മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പാർലമെന്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനിതാ സംവരണ ബില്ലിനോടുള്ള ശക്തമായ പിന്തുണയും ഡിലിമിറ്റേഷൻ ബില്ലിനോടുള്ള കടുത്ത എതിർപ്പും മലപ്പുറം MP കൂടിയായ ഇ.ടി. മുഹമ്മദ് ബഷീർ രേഖപ്പെടുത്തി. India is facing deterioration of federalism. Every day you are encroaching on the right of these states. They are denied the justice. That kind of things are going on. In 2014, there has been systematic trend of centralization of power, weakening the autonomy of the states and undermining cooperative federalism. It is cooperative coercion now. That is happening. Instead of doing this kind of justice, you are precipitating the things, madam. Similarly, madam, some other point also I would like to mention. That is,
with regard to other kinds of things. States, what is happening? What is happening in the states, madam? You are, strong states, that's a need of the hour. You are trying to make confusion in that, difficulties in that, hardship in that. Strong states make strong nation. We have to realize that is the significance and importance as far as this federalism is concerned. Any attempt to conquer power in the center weakens the democratic accountability and damage to the constitutional balance. That is there. We have to realize that also. So we have to stand for this kind of federalism. That is the best as far as is concerned. India's beauties depend upon this kind of thing. Then your false claim that you stand for women, it is false. You are really making this a chance to induce your political game. That is what is happening. ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിലെ പ്രതി പാലക്കാട് നഗരസഭാ കോൺഗ്രസ് കൌൺസിലർ എം പ്രശോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോണാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പട്ടികജാതി വനിതയാണെന്നറിഞ്ഞുകൊണ്ട് ജോലി വാഗ്ദാനം ചെയ്തുമാണ് അതിജീവിതയെ പീഡിപ്പിച്ചതെന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പാലക്കാട്ടെ ലൈംഗിക പീഡന പരാതിയായി ബന്ധപ്പെട്ടുകൊണ്ട് കൗൺസിലർക്കെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ കേസ് ചാർജ് ചെയ്തിട്ടുള്ള വകുപ്പുകൾ അണ്ടർ സെക്ഷൻ 332B BNS 64(2)M 64(2)B 69 115(2) 351(2) BNS പ്രകാരമുള്ളതും SC/ST ആക്ട് പ്രകാരമുള്ള 31S 31W 3125 ഈ വകുപ്പുകൾ പ്രകാരമാണ് കൗൺസിലർക്കെതിരെ പ്രതിക്കെതിരെ കേസുകൾ ചാർജ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പ്രതിഭാഗവും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ഭാഗവും ആർഗ്യുമെന്റ് കഴിഞ്ഞിരുന്നു. അത് കോടതിയുടെ ഇപ്പോൾ ഈ ജഡ്ജ്മെന്റ് ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള കോടതിയുടെ ഉത്തരവിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ഇതിലെ 64-ാം വകുപ്പ് റേപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അത് കൺസെന്റോട് കൂടിയാണോ അല്ലേ എന്നുള്ള കാര്യങ്ങളിലേക്കൊന്നും കോടതി അതിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പ്രധാനമായിട്ടും ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 69 BNS പ്രകാരം, അതായത് ജോലി വാഗ്ദാനം ചെയ്ത് ലൈംഗിക പീഡനത്തിന് വിധേയമാക്കി എന്ന വകുപ്പ് ഈ കേസിൽ നിൽക്കും. പ്രിമാ ഫേസി ദർ ഇസ് എ കേസ് എന്ന ഫൈൻഡിങ്ങിലേക്കാണ് കോടതി എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 1.5 വർഷമായിട്ട് പ്രതിയും അതുപോലെ തന്നെ സർവൈവറും തമ്മിൽ അക്വൈൻറ്റൻസ് പരിചയം ഉണ്ടായിരുന്നു, നീണ്ട നാളത്തെ പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ സർവൈവറുടെ കാസ്റ്റിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യം പ്രതിക്കുണ്ട്. അതുകൊണ്ട് ഇവിടെ 69 എന്ന BNS 69 എന്ന ഒഫൻസ് നിൽക്കുന്നതോടൊപ്പം തന്നെ 325 എന്ന SC/ST ആക്ടിലെ വകുപ്പ് കൂടി നിൽക്കും. SC/ST വകുപ്പ് SC/ST ആക്ടിലെ 325 നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ സെക്ഷൻ 18 പ്രകാരം ആന്റിസിപ്പേറ്ററി ബെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഥമ ദൃഷ്ട്യാ ബാറുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതി ഒളിവിലാണ് എന്ന കാര്യം കൂടി കോടതി ഈ വിധിയുടെ ഭാഗമായിട്ട് ഒളിവിൽ നിന്നുകൊണ്ടാണ് ജാമ്യാപേക്ഷ കോടതിയെ സമീപിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി അതിൽ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നിഷേധിക്കുകയാണ് കോടതി. പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ സെക്ഷൻ 69 BNS നിൽക്കും, അതോടൊപ്പം തന്നെ 325 SC/ST ആക്ട് നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമായി ജാമ്യാപേക്ഷ നിരസിക്കുന്നതിന് വേണ്ടിയുള്ള കാരണമായിട്ട് കോടതി ചൂണ്ടിക്കാണിച്ചത്. അതിജീവിതയെ വ്യാഴാഴ്ച കോടതി വിസ്തരിച്ചു. ഇവരുടെ വൈദ്യപരിശോധനാ റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയിലെ അടച്ചിട്ട മുറിയിലാണ് അതിജീവിതയെ വിസ്തരിച്ചത്. പ്രതിക്ക് എതിരായാണ് മൊഴി നൽകിയത്. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയം സ്ഥാപിച്ച് ദളിത് യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കേസെടുത്തത്. പീഡനത്തിന് പുറമെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് എതിരെയുള്ള അതിക്രമം തടയൽ വകുപ്പും ചുമത്തിയിട്ടുണ്ട്. സംഭവത്തിന് ശേഷം പ്രശോഭ് ഒളിവിലാണ്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജീവ് നടക്കാവിൽ ഹാജരായി. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപം കൊല്ലപ്പെട്ടയാളെ ഇനിയും തിരിച്ചറിഞ്ഞില്ല. പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടും കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിയാത്ത അപൂർവത കൂടിയുണ്ട് ഈ കേസിന്. ചൊവ്വാഴ്ച രാവിലെയാണ് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപം 60 വയസ്സ് തോന്നിക്കുന്നയാളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കർണാടക സ്വദേശിയാണ് മരിച്ചതെന്ന സൂചനയുണ്ടെങ്കിലും മേൽവിലാസം ലഭ്യമായിട്ടില്ല. ഇതര സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളുമായി ബന്ധപ്പെട്ട് ആളെ തിരിച്ചറിയാനാണ് ഒറ്റപ്പാലം പോലീസിന്റെ ശ്രമം. കേസിൽ തിരുവനന്തപുരം അരുവിക്കര സ്വദേശി മധുസൂദനൻ നായരെ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ മദ്യവിൽപ്പനശാലയ്ക്ക് സമീപത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പ്രത്യേക സംഘം പിടികൂടിയിരുന്നു. മധുസൂദനൻ നായർ കൊല്ലപ്പെട്ടയാൾക്ക് 2000 രൂപ കടം നൽകിയിരുന്നു. ഇത് തിരികെ നൽകാത്തതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് കണ്ടെത്തൽ. മരിച്ചയാൾക്കൊപ്പമുണ്ടായിരുന്ന സ്ത്രീയെ പോലീസ്
മരിച്ചയാൾക്കൊപ്പമുണ്ടായിരുന്ന സ്ത്രീയെ പോലീസ് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി. കല്ലുകൊണ്ടടിയേറ്റ് തലയിൽ നിന്ന് രക്തം വാർന്നായിരുന്നു മരണം. കനത്ത ചൂടിൽ മണ്ണാർക്കാട് ഓട്ടോറിക്ഷയുടെ മുൻവശത്തെ ചില്ല് തകർന്നു വീണു. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കാലിന് നിസ്സാരമായി പരിക്കേറ്റു. എൻ്റെ പേര് ജഷീറാണ്. ഞാനിവിടെ ഓട്ടോ ഓടിക്കുന്ന ആളാണ്. സിവിൽ സ്റ്റേഷൻ്റെ മുന്നിൽ വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. വണ്ടി ഞങ്ങൾ ഉള്ളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൊട്ടിയത്. ചൂട് കൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു, അറിയില്ല. വല്ല പരിക്ക് ഇതാ കാലുമ മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ശരി, അടുത്ത് നമ്മളെ സുഹൃത്തായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അപ്പോഴാണ് സംഭവം. അല്ലല്ല, വണ്ടിക്ക് ഗ്ലാസ്സിന് യാതൊരു കുഴപ്പം ഉണ്ടാകുന്നില്ല. ഇങ്ങനെ ഞാൻ നിർത്തിയിട്ടപ്പോൾ 2 ഓട്ടം കഴിഞ്ഞ് അങ്ങനെ വന്ന് നിർത്തിയിട്ടാണ്. ഇല്ല, വിള്ളലൊന്നും ഉണ്ടാകുന്നില്ല. ഇതിപ്പോൾ ഞാൻ ഓട്ടങ്ങൾ കഴിഞ്ഞ് ഇവിടെ സ്റ്റാൻഡിലിടുന്ന ഓടുന്ന ആളല്ലേ. മണ്ണാർക്കാട് സിവിൽ സ്റ്റേഷന് മുൻവശത്ത് ഓടുന്ന ഓട്ടോറിക്ഷയുടെ ചില്ലാണ് കനത്ത ചൂടിൽ തകർന്നു വീണത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ ജംഷീറിന്റെ കാലിൽ ചില്ലുകൊണ്ട് നിസ്സാര പരിക്കുണ്ട്. സിവിൽ സ്റ്റേഷന് സമീപം ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങിയ ജംഷീർ മറ്റൊരാളോട് സംസാരിച്ചിരിക്കുന്നതിനിടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ചില്ല് തകർന്നു വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അടുത്ത ദിവസമാണ് ടെസ്റ്റ് നടത്തി വാഹനം പുറത്തിറക്കിയത്. വാഹനത്തിന് മറ്റ് കേടുപാടുകൾ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് ജംഷീർ പറഞ്ഞു. മണ്ണാർക്കാട് നിയോജകമണ്ഡലത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് നിയോജകമണ്ഡലം UDF കമ്മിറ്റി വിലയിരുത്തൽ. മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഇതുവരെ ഒരു സ്ഥാനാർത്ഥിക്കും ലഭിച്ചിട്ടില്ലാത്ത ഭൂരിപക്ഷമാണ് N ഷംസുദ്ദീന് ലഭിക്കുകയെന്ന് കമ്മിറ്റി വിലയിരുത്തി. നിയോജക മണ്ഡലത്തിലെ ബൂത്ത് തലത്തിലെ കണക്കുകൾ പരിശോധിച്ച് നടത്തിയ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിലയിരുത്തൽ. UDF ട്രെൻഡ് പ്രതിഫലിച്ചാൽ ഭൂരിപക്ഷം 20,000 കടക്കുമെന്നാണ് കമ്മിറ്റി കരുതുന്നത്. മണ്ഡലത്തിൽ എല്ലാ ഘടകകക്ഷി നേതാക്കളും ടീം UDF-ആയി ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് നടത്തിയത്. അതിന്റെ ഫലം ഭൂരിപക്ഷത്തിൽ പ്രതിഫലിക്കുമെന്ന് നിയോജകമണ്ഡലം കൺവീനർ റഷീദ് ആലായൻ പറഞ്ഞു. നിയോജകമണ്ഡലത്തിൽ UDF-ന്റെ പ്രാദേശിക കമ്മിറ്റികളുടെ എല്ലാം വിലയിരുത്തൽ കഴിഞ്ഞ് ബൂത്ത് കമ്മിറ്റികളുടെയും പഞ്ചായത്ത് മേഖലാ മുനിസിപ്പൽ കമ്മിറ്റികളുടെയൊക്കെ UDF നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും വിലയിരുത്തൽ കഴിഞ്ഞ് ഇന്ന് UDF-ന്റെ നിയോജകമണ്ഡലത്തിൽ വിലയിരുത്തലുണ്ടായിരുന്നു. ഇന്നലെ അട്ടപ്പാടി UDF കമ്മിറ്റി ചേർന്നിരുന്നു. അതുകൂടി ചേർത്തുകൊണ്ടാണ് ഇന്ന് വിലയിരുത്തലുണ്ടായത്. UDF-ന്റെ എല്ലാ കേന്ദ്രങ്ങളും ആദ്യം പറയാനുള്ള തെരഞ്ഞെടുപ്പിൽ സജീവമാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ തന്നെ ടീം UDF ആണ്. കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗുമാണ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത്. ഘടകകക്ഷികളുടെ പരിപൂർണമായ സഹകരണം ഉണ്ടായിട്ടുണ്ട്. പരിമിതമായ ദിവസം കൊണ്ട് UDF-ന്റെ എല്ലാ ഘടകങ്ങളും സജീവമായി പ്രവർത്തിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ശ്രീ ഷംസുദ്ദീന് ലഭിച്ച ഭൂരിപക്ഷത്തിനേക്കാൾ വലിയ മാർജിനോടുകൂടി ചരിത്ര ഭൂരിപക്ഷമായിരിക്കും. ഒരു നിയമസമാജകനും നിയോജകമണ്ഡലത്തിൽ ലഭിക്കാത്ത ഭൂരിപക്ഷമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മണ്ണാർക്കാട് ജനത നൽകുക. അതോടൊപ്പം തന്നെ കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കേരളത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ ദൗത്യം UDF-ന്റെ പ്രവർത്തകന്മാരും മലയാളികളും ഏറ്റെടുത്ത രീതിയിൽ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. UDF ചെയർമാൻ PC ബേബി, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി N ഷംസുദ്ദീൻ MLA, KK ആസീസ്, UDF ചെയർമാൻ PC ബേബി, കൺവീനർ റഷീദ് ആലായൻ, കളത്തിലത്തുള്ള P അഹമ്മദ് അഷഫ്, PR സുരേഷ്, C മുഹമ്മദ് ബഷീർ, A അയ്യപ്പൻ, കേശവൻ, P കുഞ്ഞുമോൻ, നേതാക്കളായ അസീസ് ഭീമനാട്, ഹുസൈൻ കൊളശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിൽ വികസനം എത്തിനോക്കാത്ത മണ്ഡലം കോങ്ങാട് മണ്ഡലമാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറിയും കോങ്ങാട് മണ്ഡലം NDA സ്ഥാനാർത്ഥിയുമായ രേണു സുരേഷ്. വനിതാ സംവരണ ബില്ലിനെ എതിർക്കുന്ന പാർട്ടികളിലെ സ്ത്രീകളിൽ 90% ബില്ലിനെ അനുകൂലിക്കുന്നവരാണെന്ന് രേണു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ 33% സ്ത്രീകൾക്ക് സംവരണം വരുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്ര നയതന്ത്രത്തിൽ സ്ത്രീക്ക് പ്രാവീണ്യമുണ്ടെന്ന് തെളിയിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ ശാക്തീകരണം കൂടുതൽ വന്നാൽ ഒരു കുടുംബത്തിൽ വീട്ടമ്മയായിട്ടും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയായിട്ടും ഒരു രാഷ്ട്രീയക്കാരിയായിട്ടും ഒക്കെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് രാഷ്ട്രീയ തലത്തിലുള്ള അവരുടെ ഒരു കൈ പിടിച്ചുയർത്തെഴുന്നേൽപ്പാണ് ഇതിനെ കാണേണ്ടത്. തീർച്ചയായിട്ടും സ്ത്രീകൾ ഭരണത്തിൽ വന്നാൽ, അധികാരത്തിൽ വന്നാൽ, നിങ്ങൾ ഈ നിയമസഭാ ഇലക്ഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 19 സീറ്റിലും BJPക്കാണ് ഇവിടെ സ്ഥാനാർത്ഥിയുള്ളത്. മറ്റു സീറ്റുകൾ കുറവാണ്. അപ്പോൾ എന്നും ഭാരതീയ ജനതാ പാർട്ടി സ്ത്രീകൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു പാർട്ടി തന്നെയാണ്. അടിസ്ഥാന വികസനം പോലും കോങ്ങാട് മണ്ഡലത്തിൽ എത്തിയിട്ടില്ല. മണ്ഡലത്തിലെ രോഗികളെ കിടത്തി ചികിത്സിക്കാൻ സർക്കാർ ആശുപത്രിയില്ല. നിലവിലുള്ളത് OP പരിശോധന മാത്രമാണ്. കാരാകുർശിയിലെ ആശുപത്രിയിൽ 16 ദിവസമായി ഉച്ചയ്ക്ക് ശേഷം OP പ്രവർത്തിക്കുന്നില്ല.
ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന പാങ്ങോട് മേഖലയിൽ ശുദ്ധജലമില്ല. ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമില്ല. വന്യജീവി ആക്രമണം തടയാൻ പദ്ധതികളുമില്ല. കോങ്ങാട് മണ്ഡലത്തിലേക്കുൾപ്പെടെ കേന്ദ്രം നൽകിയ തുകയുടെ കണക്ക് കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു. മണ്ഡലത്തിലേക്ക് അനുവദിച്ച തുക എവിടെ പോയെന്ന് പരിശോധിക്കണം. ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടതു സർക്കാർ തയ്യാറായിട്ടില്ല. വനിതാ സംവരണ ബില്ലിനെ എതിർക്കാൻ കാണിക്കുന്ന ആവശ്യം സാധാരണക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാണിക്കണമെന്നും രേണു സുരേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. യാതൊരു തരത്തിലുള്ള വികസനവും തൊട്ടു തീണ്ടാത്ത ഈ കോങ്ങാടില് ധനകാര്യമന്ത്രി നിർമ്മല സീതാറാം ഇവിടെ വന്നപ്പോൾ കൃത്യമായിട്ടുള്ള കണക്കുകൾ, ഈ മണ്ഡലത്തിലേക്ക് ഒഴുകപ്പെട്ടിട്ടുള്ള ഫണ്ടിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ സഹിതം വിവരിക്കുകയുണ്ടായി. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ഫണ്ട് എവിടെ ഉപയോഗിച്ചു എന്നോ, ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് ഇത്രയും ദിവസമായി എടുത്തു പറയാൻ ഞാൻ ഈ വിഷയം ഇന്ന് അവതരിപ്പിക്കാനുള്ള കാരണം, കാരക്കുറിശി പഞ്ചായത്തിൽ ഒരു സർക്കാർ ആശുപത്രിയുണ്ട്. അവിടെ OP സൗകര്യം മാത്രമാണുള്ളത്. കോങ്ങാട് മണ്ഡലത്തിൽ കിടത്തി ചികിത്സയ്ക്കുള്ള ആശുപത്രികളുടെ സൗകര്യം വളരെ കുറവാണ്. ഇവിടെ അത്യാസന്ന നിലയിൽ വരുന്ന ഒരാളെ പാലക്കാട്ടേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകേണ്ടുന്ന ഒരവസ്ഥയാണ് ഇവിടെയുള്ളത്. ആ കൊണ്ടുപോകുന്ന വഴിയുള്ള റോഡുകളുടെ അവസ്ഥ വളരെ ദുരൂഹ സാഹചര്യത്തിലാണ്. കാരക്കുറിശി പഞ്ചായത്ത് ഷാപ്പിൻകുന്നിലുള്ള ഈ ഹോസ്പിറ്റൽ കഴിഞ്ഞ 16 ദിവസമായിട്ട് ആ ഹോസ്പിറ്റൽ OP വിഭാഗം ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തിക്കുന്നില്ല. രാവിലെ വരുന്ന ഡോക്ടർ വന്ന് രോഗികളെ നോക്കി പോകുന്നു എന്നുള്ളത് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ അവിടെ എത്തുന്ന രോഗിക്ക് ശുശ്രൂഷ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നില്ല. ജില്ലാ വൈസ് പ്രസിഡന്റ് രവി അടിയത്ത്, മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിജു നല്ലമ്പാനി, കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ഗംഗ എന്നിവരും ഒപ്പം ഉണ്ടായിരുന്നു. മകരക്കൊത്ത് കഴിഞ്ഞ് മാസങ്ങളായിട്ടും നെല്ല് സംഭരിച്ചില്ല. കടമ്പഴിപ്പുറത്തെ കർഷകർ പ്രതിസന്ധിയിൽ. വിഷയം ഉന്നയിച്ച് BJP കടമ്പഴിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കടമ്പഴിപ്പുറം കൃഷിഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ മകരക്കൊയ്ത്ത് കഴിഞ്ഞ 4 മാസത്തോളമായിട്ടും സർക്കാർ നെല്ല് സംഭരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കർഷകർ പ്രക്ഷോഭത്തിലേക്ക്. വിഷു കഴിഞ്ഞ് അടുത്ത കൃഷി ഇറക്കേണ്ട സമയമായിട്ടും ജനുവരി 15-ന് കൊയ്തെടുത്ത നെല്ല് പാടശേഖരങ്ങളിൽ തന്നെ കെട്ടിക്കിടക്കുകയാണെന്ന് കർഷകർ പറഞ്ഞു. കൃഷിഭവനിൽ നിന്നോ സപ്ലൈകോയിൽ നിന്നോ ഇതുവരെ യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്ന് കർഷകർ പരാതിപ്പെടുന്നു. ജനുവരി 15-ാം തീയതി മൂട്ടിയിട്ട നെല്ലാണ്. മില്ലധികൃതരെ വിളിക്കുമ്പോൾ വണ്ടിക്ക് ടൈറ്റാണ് എന്നാണ് അവർ പറയണത്. വണ്ടി കിട്ടാനില്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് വരാം നാളെ വരാം പറഞ്ഞ് നീണ്ടു പോവുകയാണ്. ഇതിപ്പോൾ ഇതാ സൈഡൊക്കെ തുരവനും ഇതൊക്കെ മാന്തി നെല്ല് അടി കൂടെ മാന്തി കേടുവരുത്താൻ തുടങ്ങണം. മഴ പെയ്താൽ ഞങ്ങൾക്കാകെ ബുദ്ധിമുട്ടുമാണ്. ഇല്ലെങ്കിലേ കൃഷി നഷ്ടമാണ്. നെല്ല് സംഭരിക്കാൻ വണ്ടി സൗകര്യം ലഭ്യമല്ലെന്ന കാരണം പറഞ്ഞാണ് അധികൃതർ നടപടികൾ വൈകിപ്പിക്കുന്നത്. മാസങ്ങളായി പാടത്ത് കൂട്ടിയിട്ടിരിക്കുന്ന നെല്ല് ഇപ്പോൾ പ്രാണികളും മറ്റു ജീവികളും നശിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. 3 മാസമായി നെല്ല് ഇട്ടിട്ട് ബ്രഷ് ചെയ്തിട്ടൊക്കെ അത് വന്നിട്ടില്ല. പുറത്താണ് കിടക്കുന്നത്. മഴ പെയ്താൽ പിന്നെ അകത്ത് കയറ്റിയിട്ടു. എത്രയും പെട്ടെന്ന് ഇത് കയറ്റിക്കൊണ്ടായി അത് സൗകര്യമായിരുന്നു. നമ്മളിപ്പോൾ മഴ കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇതാവില്ല, കേടില്ല. ഇത് കയറ്റി വിടാനുള്ള സംവിധാനം ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞങ്ങൾ കൃഷി ഓഫീസറായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കൃഷി ഓഫീസറെ മില്ല് മാറ്റി തരാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. മില്ലുകാർ പറയുന്നത് ചിലവർ പറയുന്നത് അവർക്ക് കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്ന് പറയുന്നുണ്ട്. മാസങ്ങൾ വൈകി മാത്രമാണ് കർഷകരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്നതെന്നും കേന്ദ്ര സർക്കാർ നെല്ലിന്റെ താങ്ങുവില ഓരോ വർഷവും വർദ്ധിപ്പിക്കുമ്പോഴും കേരളത്തിൽ കർഷകർക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന് BJP മണ്ഡലം ജനറൽ സെക്രട്ടറിയും വാർഡ് മെമ്പറുമായ N സച്ചിദാനന്ദൻ പറഞ്ഞു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പാടശേഖരങ്ങളിൽ മകരക്കൊയ്ത്ത് കഴിഞ്ഞ് 4 മാസത്തോളമായിട്ടും കർഷകരുടെ നെല്ല് സംഭരിക്കാൻ കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ സപ്ലൈകോയുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കർഷകർ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. വിഷു കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും അടുത്ത വിള കർഷകർ നെല്ല് ഇറക്കേണ്ട സമയത്താണ് മകരക്കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള നെല്ല് പോലും സംഭരിക്കാൻ കഴിയാതെ ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവൻ്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെയും കർഷകൻ്റെയും പാർട്ടി എന്ന് പറയുന്ന CPM ഭരിക്കുന്ന ഈ നാട്ടിൽ കർഷകരുടെ അവസ്ഥ അതിദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ തവണ നെല്ലിൻ്റെ താങ്ങുവില ഓരോ വർഷവും കൃത്യമായി വർദ്ധിക്കുകയും കൃത്യമായി അത് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ എത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ കേരള ഗവൺമെൻറ് ഈ ആനുപാതികമായിട്ടുള്ള രീതിയിൽ കർഷകരുടെ അടിസ്ഥാനമായിട്ടുള്ള വില, നെല്ലിൻ്റെ വില, താങ്ങുവില കുറയ്ക്കുകയാണ് ചെയ്യാറ്.
ആ കുറയ്ക്കുക മാത്രമല്ല, ആ താങ്ങുവിലയ്ക്ക് നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ 1 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ അക്കൗണ്ടിലേക്ക്, കർഷകരുടെ അക്കൗണ്ടിലേക്ക് പണം കൊടുക്കുകയുള്ളത്. വിഷയം ഉന്നയിച്ച് ശനിയാഴ്ച BJPയുടെ നേതൃത്വത്തിൽ കടമ്പഴിപ്പുറം കൃഷിഭവനിലേക്ക് കർഷകരെ അണിനിരത്തി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും N സച്ചിദാനന്ദൻ പറഞ്ഞു. വാൽപ്പാറ ചുരത്തിൽ വാഹനാപകടം. പെരിന്തൽമണ്ണയിൽ നിന്നുള്ള അധ്യാപക സംഘം സഞ്ചരിച്ച മിനി വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ 8 പേർ മരിച്ചു. 13-ാം എയർപിൻ വളവിൽ വാൻ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. തുടർന്ന് വാഹനം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് വിവരം. യാത്രയിൽ ഉണ്ടായിരുന്ന പരിക്കേറ്റ അധ്യാപകരുടെ നില ഗുരുതരമാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. തിരുവിഴാംകുന്ന് അമ്പലപ്പാറയിൽ വെള്ളിയാർപുഴയുടെ കൈവഴിത്തോട്ടിലേക്ക് ചത്തക്കോഴികളെ തള്ളി. വേനൽ മഴ പെയ്താൽ അഴുകിയ ഈ മാലിന്യം പുഴയിലേക്കാണ് എത്തുക. 20 മീറ്റർ മാത്രം അകലെയായി കുടിവെള്ള പദ്ധതിയുടെ ടാങ്കുള്ളത് ജനങ്ങളിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. മാലിന്യം നീക്കം ചെയ്യണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഒന്നിലധികം ദിവസം പഴക്കമുള്ള ചത്തക്കോഴികളെയാണ് തോട്ടിലേക്ക് തള്ളിയിട്ടുള്ളത്. ഈച്ചയും പുഴുവും തോട്ടിലാകെ നിറഞ്ഞിട്ടുണ്ട്. അസഹനീയമായ ദുർഗന്ധമാണ് പ്രദേശമാകെ. സമീപത്തെ കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു. കാക്കാമ്പാറ കടവിന് സമീപം വെള്ളിയാർപുഴയുടെ കൈവഴിത്തോട്ടിലേക്കാണ് മാലിന്യം തള്ളിയിട്ടുള്ളത്. വേനൽ മഴ പെയ്താൽ ജീർണിച്ച മാലിന്യം പുഴയിലേക്കെത്തും. തൊട്ടടുത്തായി പുഴയിൽ കുടിവെള്ള പദ്ധതിയുമുണ്ട്. ഇത് ജനങ്ങളിൽ വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ചില കോഴി ഫാമിൽ നിന്നുള്ള മാലിന്യമാണ് തള്ളിയിട്ടുള്ളത്. ഇവർക്കെതിരെ കർശന നടപടി വേണമെന്ന് പ്രദേശവാസിയായ വട്ടത്തൊടി അഫ്സൽ ബാബു ആവശ്യപ്പെട്ടു. കുട്ടികൾക്ക് പല രോഗങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ ഇയാളോട് പറഞ്ഞതാണ് ഇത് ഈ മണം ഫാം നല്ല രീതിയിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ നടത്തിയാൽ മതി, അല്ലെങ്കിൽ ഇവിടെ നിർത്തി പോയിക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. നല്ല രീതിയിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, ആവർത്തിച്ച് പറഞ്ഞു. അതിനൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. എന്നാലും ഒരു കുഴി ഞങ്ങളൊരു പൊട്ടന്മാരാക്കാൻ വേണ്ടി കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു കുഴി കുത്തി. അതിനുശേഷവും വലിയ ഒരുപാട് കോഴികൾ 2-3 ചാക്ക് കോഴികൾ ഇന്നലെ കൊണ്ടുവിടാൻ. അതിന് മുമ്പ് കുറേ ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. തൊട്ടടുത്താണ് പുഴ കിടക്കുന്നത്. ഈ പുഴയ്ക്ക് അമ്പലപ്പാറക്കാർ മാത്രമല്ല, തൊട്ടടുത്ത പ്രദേശത്തിൽ അനേകം ആളുകൾ കുളിക്കാനും കുടിവെള്ളത്തിന് വരെ വരുന്നുണ്ട്. അതിലേക്ക് ഒഴുകുന്ന ചാലിലാണ് ഈ മാലിന്യം തള്ളിയിട്ടുള്ളത്. ഇതിനെതിരെ ഈ ഫാം ഉടമക്കെതിരെ ശക്തമായ നടപടി എടുക്കണം. ബന്ധപ്പെട്ട അധികാരികൾ ഇത് വന്ന് കണ്ട് ഇതിന് വേണ്ട നടപടി എടുത്ത് ഞങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അകറ്റണമെന്നാണ് നാട്ടുകാരൻ എന്ന നിലക്ക് പറയാനുള്ളത്. അതേസമയം കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വാർഡംഗം ദീപ ഷിൻഡോ പറഞ്ഞു. പുഴയിൽ വെള്ളം വരുന്ന സമയത്ത് വേനൽ മഴ ഇപ്പോൾ പെയ്യും എന്നുള്ളൊരു നിലയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പുഴയിലേക്ക് ഇറങ്ങി, ചെറിയ വെള്ളത്തിന് പോലും അത് പുഴയിലേക്ക് ഇറങ്ങും. ജലനിധി കിണറും ഉണ്ട് അവിടെ. ആ ജലനിധി കിണറിലെ കുടിവെള്ളമാണ് പിന്നെ ഇവിടെ അമ്പലപ്പാറ പ്രദേശത്തുള്ള ആളുകൾ കുടിക്കാൻ വേണ്ടിയിട്ട് പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിന് നല്ല ബുദ്ധിമുട്ടാണ്. നിരവധി തവണ മാലിന്യം തള്ളിയപ്പോഴും മുന്നറിയിപ്പ് നൽകിയതാണ്. തങ്ങളുടെ സ്വൈരജീവിതം തകർക്കുന്ന രീതിയിലുള്ള കോഴിഫാമുകളുടെ പ്രവർത്തനം ഇനി അനുവദിക്കില്ലെന്ന തീരുമാനത്തിലാണ് പ്രദേശവാസികൾ. പട്ടാമ്പി നഗരസഭയിൽ കുടിവെള്ള വിതരണം മുടങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉടൻ പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയതായി നഗരസഭാ ചെയർമാൻ TP ഷാജി. ടൗണിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതായും TP ഷാജി പറഞ്ഞു. കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ടൗണിലെ കുടിവെള്ള പ്രശ്നങ്ങൾ ചെയർമാന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ടൗണിലെ കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസിലേക്കുള്ള പൈപ്പ് ലൈൻ തകർന്നത്. നഗരത്തിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പുതിയ പൈപ്പിടൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയാണ് അതിന്റെ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് വരെ പൈപ്പിടൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് പമ്പ് ഹൗസിലേക്ക് പൈപ്പ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ കരാറുകാർ 3 പ്രദേശത്തായി, ഒന്ന് ഈ ഭാഗത്ത്, രണ്ടാമത്തത് ഈ ഒരു ഭാഗത്ത്, 3 ഭാഗങ്ങളിലായി വാട്ടർ അതോറിറ്റിയുടെ കരാറുകാർ വന്ന ശേഷം കുഴി കുഴിച്ച് പൈപ്പ് എവിടെയാണ് പൈപ്പിന്റെ ആഴം പരിശോധിക്കുന്നതിനാണ് ഇതുപോലെ കീറിയത് എന്നാണ് നമ്മൾ അറിയിച്ചത്. അങ്ങനെ 3 പ്രദേശത്തായി അവരിതുപോലുള്ള കുഴികൾ എടുത്ത കാരണം കഴിഞ്ഞ 6 ദിവസമായി പട്ടാമ്പി നഗരത്തിൽ കുടിവെള്ള വിതരണം പരിപൂർണമായി മുടങ്ങിയിട്ടുണ്ട്. വിളയൂർ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായുള്ള പൊതുകിണറുകളുടെ നവീകരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിലെ 18 പൊതുകിണറുകളാണ് നവീകരിക്കുന്നത്. 15 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരണ പ്രവൃത്തികൾ നടക്കുന്നത്.
വേനലിലെ കുടിവെള്ളക്ഷാമ പരിഹാരം ലക്ഷ്യമിട്ടാണ് പൊതുകിണറുകൾ ഉപയോഗപ്രദമാക്കുന്നത്. വർഷങ്ങളായി നവീകരിക്കാതെ കിടക്കുന്ന കിണറുകളും മണ്ണെടുത്തും ആഴം കൂട്ടിയും നവീകരിക്കുന്നുണ്ട്. 4-ാം വാർഡിൽ ഉൾപ്പെടുന്ന കണ്ടേങ്കാവിലെ പൊതുകുളത്തിന്റെ നവീകരണ പ്രവൃത്തികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വേനൽക്കാലത്ത് മാത്രമല്ല, വർഷക്കാലത്തും ആവശ്യമുള്ളവർക്ക് കുടിവെള്ളത്തിനായി പൊതുകിണറുകൾ ഉപയോഗപ്രദമാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് പ്രവൃത്തികൾ നടത്തുന്നത്. 1 മാസത്തിനകം തന്നെ 18 കിണറുകളുടെയും നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ പറഞ്ഞു. ഇതോടൊപ്പം തന്നെ മുടങ്ങിക്കിടക്കുന്ന പല ചെറുകിട കുടിവെള്ള പദ്ധതികളുടെ പുനരുജ്ജീവനവും ലക്ഷ്യമിടുന്നുണ്ട്. വേനൽക്കാലത്തെ കുടിവെള്ളക്ഷാമ പരിഹാരം തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മാമാങ്കവുമായും അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രവുമായും ചരിത്ര പ്രാധാന്യമുള്ള അങ്ങാടിപ്പുറം അൽപ്പാക്കുളം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കുളം നവീകരണ പ്രവൃത്തികൾ തുടങ്ങി. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയിലൂടെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിലാണ് കുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ നടത്തുന്നത്. PMKSY പദ്ധതിയിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറം അൽപ്പാക്കുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ തുടങ്ങി. കുളത്തിലെ വെള്ളം വറ്റിച്ച് ചേറും ചെളിയും നീക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. PMKYS പദ്ധതി പ്രകാരം 55 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ തുക വിനിയോഗിച്ചാണ് കുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുക. കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനായി ചെലവഴിക്കേണ്ട പദ്ധതിയിലാണ് അൽപ്പാക്കുളം നവീകരണം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നവീകരണം പൂർത്തിയാകുന്നതോടെ വർഷങ്ങളായി മലിനമായി കിടക്കുന്ന ഈ കുളത്തെ സംരക്ഷിക്കാനാകും. ചെളിയും ചേറും നീക്കി വൃത്തിയാക്കി ചുറ്റും പടവുകളും സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ച് മനോഹരമാക്കുന്നതാണ് പദ്ധതി. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഭിമാന പദ്ധതിയാണ് ഇതെന്നും നവീകരണ പ്രവൃത്തികൾ ഈ വേനലിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ പറഞ്ഞു. അൽപ്പാക്കുളം നമുക്കറിയാം, അങ്ങാടിപ്പുറത്തിന്റെ നഗരഹൃദയത്തിലുള്ള തിരുമാന്താംകുന്ന് ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു കുളമാണ്. ഒരുപാട് ആളുകൾ ദിവസം ഉപയോഗിക്കുന്ന കാണുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കുളമാണ്. അതിന്റെ ഭംഗിയും അതിന്റെ സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പദ്ധതിയിലൂടെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വിഭാവനം ചെയ്യുന്നത്. പദ്ധതി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ചളിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിയിലുള്ള ചളി ക്ലിയർ ആക്കിയിട്ട് പിന്നെ നമ്മളൊരു ബേസ്മെന്റ് ക്ലിയർ ആക്കിയിട്ട് അത് മുന്നോട്ടുള്ള പദ്ധതികൾ വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK മുസ്തഫ നവീകരണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തിരുന്നു. വേനൽ മഴയെ തുടർന്ന് ജലം ഉയർന്നത് കാരണം കുളത്തിലെ വെള്ളം വറ്റിക്കേണ്ടി വരും എന്നതിനാൽ പ്രവൃത്തികൾ നീണ്ടുപോവുകയായിരുന്നു. വെള്ളം വറ്റിയതോടെ കഴിഞ്ഞ ദിവസം പ്രവൃത്തികൾ ആരംഭിക്കാനായി. തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിന്റെ മാമാങ്ക സ്മാരകമായ ചാവേർത്തറ പോലെ അൽപ്പാക്കുളവും മാമാങ്കവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മാമാങ്കത്തിന് പുറപ്പെട്ടിരുന്ന വള്ളുവക്കോനാതിരിയുടെ ചാവേറുകൾ 41 ദിവസത്തെ ഭജനമിരിക്കുന്ന സമയത്ത് അവർക്ക് കുളിക്കാനായി അൽപ്പാക്കുളം പണി കഴിപ്പിച്ചതെന്നാണ് ചരിത്രം. നീണ്ട കരിങ്കൽ പടവുകൾ സമചതുരാകൃതിയിലുള്ള കുളത്തിൽ കാണാനാകും. കടുത്ത വേനലിലും വറ്റാത്ത നീരുറവ അൽപ്പാക്കുളത്തിന്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ തിരുമാന്താംകുന്ന് ദേവസ്വത്തിന്റെ സംരക്ഷണയിലാണ് അൽപ്പാക്കുളം. കാഞ്ഞിരപ്പുഴ നേർച്ച ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. മെഡിക്കൽ ക്യാമ്പ്, സന്നദ്ദാനം, ആത്മീയ സദസ്സ്, സാംസ്കാരിക സമ്മേളനം, അന്നദാനം തുടങ്ങിയ പരിപാടികളോടെയാണ് നേർച്ച ആഘോഷിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാഞ്ഞിരപ്പുഴ നേർച്ച കമ്മിറ്റിയുടെ കീഴിൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ എന്നിവയുടെ പേരിലാണ് നേർച്ച നടത്തുന്നത്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മദർ കെയർ ആശുപത്രിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അരുൺ ഒലിക്കൽ ഉദ്ഘാടനം ചെയ്യും. 4 മണിക്ക് മാർക്കസോൾ ഖാദിരിയ ഹിഫ്ള് കോളേജിൽ നിന്ന് ഖുർആൻ പൂർണ്ണമായി മനഃപ്പാടമാക്കിയവർക്കുള്ള സനദ്ദാനവും വിദ്യാർത്ഥി സമ്മേളനവും നടത്തും. ഞായറാഴ്ച രാവിലെ 10 മണിക്കാണ് കൊടിയേറ്റം. മൗലൂദ്, ഖദം ദുആ, ബുർദ, മസാന്ത സ്വലാത്ത്, കുതുബിയത്ത് എന്നിവ നടക്കും. സയ്യിദ് ബാവ ഫക്രുദ്ദീൻ അറബി തങ്ങൾ, നാഗൂർ ദർഗ ഷരീഫ്, സയ്യിദ് തമീം അൻസാരി ഏർവാടി, ദർഗ ഷെരീഫ്, ഹംസ മഹ്മൂദി, ഹക്കീം സഹാബി തുടങ്ങിയവർ നേതൃത്വം നൽകും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. സ്വാമി ആത്മദാസ് ME കുരിജ, ഫാദർ സക്രിയ, ഷുഹൈബ് അൽ ഹൈദമി തുടങ്ങിയവർ പങ്കെടുക്കും. രാത്രി 7 മണിക്ക് റിഫായി റാത്തീബിന് ഉസ്താദ് കോയക്കാപ്പാട് നേതൃത്വം നൽകും. തുടർന്ന് അന്നദാനവും നടത്തും. കാഞ്ഞിരപ്പുഴ നേർച്ച 2026 കാഞ്ഞിരപ്പുഴ പള്ളിപ്പടി സെൻട്രൽ നടത്താൻ തീരുമാനിച്ച വിവരം എല്ലാവരെയും അറിയിക്കുന്നു. 18, 19 തീയതികളിൽ ശനി ഞായർ ദിവസങ്ങളിൽ നടത്തപ്പെടുന്നതാണ്.
ഒന്നാമത്തെ ദിവസം 18-ാം തീയതി ശനിയാഴ്ച രാവിലെ മദർ കെയർ ഹോസ്പിറ്റലും നേർച്ച കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും രക്തദാന ക്യാമ്പും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പുഴ വൈസ് പ്രസിഡന്റ് അരുൺ പോലിക്കൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 4 മണിക്ക് മർക്കസുൽ ഖാദിരിയ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് പഠനം പൂർത്തിയാക്കിയ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കിയ വിദ്യാർത്ഥികൾക്ക് സനദ് ദാനവും വിദ്യാർത്ഥി സമ്മേളനവും നടത്തുന്നതായിരിക്കും. ഉസ്താദ് ഡോക്ടർ ഉസ്മാൻ സൈനി അൽ ഖാദരി, മുഹമ്മദ് മുസ്തഫ അൽ മദനി, സൽമാനുൽ ഫാരിസ് അസ്ഹരി, മൊയ്തീൻകുട്ടി കരിമ്പ, മൊയ്തുപ്പ കൈതച്ചിറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള NGO അസോസിയേഷൻ ശ്രീകൃഷ്ണപുരം 51ാം വാർഷിക ബ്രാഞ്ച് സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് GS ഉമാശങ്കർ ഉദ്ഘാടനം ചെയ്തു. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ജീവനക്കാരുടെ സ്ഥലം മാറ്റങ്ങൾക്കെതിരെ സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി. ബ്രാഞ്ച് പ്രസിഡന്റ് MR രഘുപ്രസാദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം V സതീഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് N ജോയ്, സെക്രട്ടറി A ഗോപിദാസ്, ട്രഷറർ J അനീഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുരുദാസ് K രാജ്, ജോയിന്റ് സെക്രട്ടറി റോബർട്ട് ജെയിൻ, V രാധാകൃഷ്ണൻ, C സന്തോഷ് കുമാർ, PN കവിത, T ബിന്ദു, TK റഷീദ, A ജോമോൻ, P മുരളീകൃഷ്ണൻ, സിസിമോൻ തോമസ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. MR രഘുപ്രസാദിനെ പ്രസിഡന്റായും P രാധാകൃഷ്ണനെ സെക്രട്ടറിയായും ജയകൃഷ്ണൻ കരിമ്പല തോട്ടത്തിലിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. കനത്ത ചൂടിൽ വെന്ത് ഉരുകുകയാണ് നാട്. ഈ ചൂടത്ത് പുറത്തേക്ക് ഇറങ്ങുന്നവർക്ക് ആശ്വാസമെന്നോണം സൗജന്യമായി സംഭാരം വിതരണം ചെയ്യുകയാണ് ചെർപ്പുളശ്ശേരിയിൽ സത്യസായി സേവാ സമിതി. ആർക്കും ഇവിടെ വന്നാൽ സൗജന്യമായി സംഭാരം കുടിക്കാം. വേനൽ ചൂടിൽ വെന്തുരുകുകയാണ് നാട്. വെയിലേറ്റ് തളർന്നെത്തുന്നവർക്ക് വലിയ ആശ്വാസമാവുകയാണ് ചെറുപ്പുളശ്ശേരിയിൽ സത്യസായി സേവാ സമിതിയുടെ സൗജന്യ സംഭാര വിതരണം. കഴിഞ്ഞ 10 വർഷമായി ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേനൽക്കാലത്ത് സൗജന്യ സംഭാര വിതരണം നടത്തിവരുന്നുണ്ട് സമിതി. ചെറുപ്പുളശ്ശേരി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം രാവിലെ 10:30 മുതൽ വൈകുന്നേരം 3 മണി വരെയാണ് സംഭാര വിതരണം. അയ്യപ്പൻകാവ് ഗവൺമെന്റ് ആശുപത്രി പരിസരത്തേക്ക് എത്തുന്ന കാൽനട യാത്രികരും ഓട്ടോ ഡ്രൈവർമാരും മറ്റു വാഹന യാത്രക്കാരും തുടങ്ങി നിരവധി ആളുകൾ ദാഹമകറ്റാനായി ഇവിടെ എത്താറുണ്ട്. ദിവസേന 8 ലിറ്ററോളം സംഭാരമാണ് ഇവിടെ വിതരണം ചെയ്യുന്നതെന്ന് സത്യസായി സേവാ സമിതി കൺവീനർ നാരായണൻ പറഞ്ഞു. ഇതെല്ലാ ദിവസമുണ്ട്. എല്ലാ വ്യാഴാഴ്ച ഞങ്ങൾ ഭക്ഷണം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അത് പാക്ക് ചെയ്ത് കൊണ്ടുവരും. ഞങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവരും. ഇഡ്ഡലി 4 ഇഡ്ഡലി അതുമാതിരി ചട്നി ഉണ്ടാക്കി കൊടുക്കും. അല്ല, വൈകുന്നേരം 5-6 മണിൻ്റെ. അതെ, എല്ലാ വ്യാഴാഴ്ചയും കൊടുക്കും. അതും 15-20 കൊല്ലമായി. അത് 20 കൊല്ലമായി തന്നെ കിട്ടും. ആൾക്കാരുണ്ട്, ഉണ്ട്. 8-10 ആൾക്കാർ ഉണ്ടാവും. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ്, ഞങ്ങളുടെ ഒരു ഇതുണ്ട്, ഞങ്ങളുടെ വർക്കുണ്ട് ഇവിടെ. ഞങ്ങൾ തന്നെ കുറെ ആൾക്കാർ ആയിട്ട് തരുന്നുണ്ട്, അറിഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മളെ കുറെ ഗ്രൂപ്പുണ്ട്, എന്ത് കാണിച്ചത്. സത്യസായി സേവാ സമിതി പ്രവർത്തകരായ ശിവദാസൻ, നിഷ, രാധ ടീച്ചർ എന്നിവരും സഹായത്തിനായി ഒപ്പമുണ്ട്. സംഭാര വിതരണം കൂടാതെ 16 വർഷങ്ങളായി ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്ക് സൗജന്യ ഭക്ഷണ വിതരണവും സമിതി നടത്തുന്നുണ്ട്. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിലെ ആദ്യഘട്ടത്തിൽ PRS വാങ്ങി നടപടിക്രമം പൂർത്തീകരിച്ച് കർഷകർക്ക് നെല്ലുവില നൽകി തുടങ്ങി. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്രയുടെ അധ്യക്ഷതയിൽ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് പടിഞ്ഞാറേപ്പാടം പാടശേഖരത്തിലെ കർഷകർക്ക് ബാങ്കിന്റെ തെക്കും ചെറോഡ് ബ്രാഞ്ചിൽ വച്ച് സംഭരണ വില നൽകി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് സെക്രട്ടറി M മോഹൻകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് മേജർ K രവീന്ദ്രൻ, അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാധാകൃഷ്ണൻ മാസ്റ്റർ, മറ്റ് ജനപ്രതിനിധികൾ, ബാങ്ക് ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. മറ്റൊരു ഇടവേള കൂടി.
വാർത്തകൾ തുടരുന്നു. ഇനി വാണിജ്യ വാർത്തകൾ. ഒരു പതിറ്റാണ്ടായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് പെരിന്തൽമണ്ണയുടെ വിശ്വാസമായി ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബ്യൂട്ടി മാർക്ക് പെരിന്തൽമണ്ണ ഷോറൂമിന്റെ 10ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് ആകർഷകമായ ആനുകൂല്യങ്ങൾ ഒരുക്കി. അക്ഷയ തൃതീയയും വന്നെത്തിയതോടെ പണിക്കൂലിയിൽ 50% വരെ ഇളവ്, പർച്ചേസുകൾക്ക് ഉറപ്പായ സ്വർണ്ണനാണയ സമ്മാനങ്ങൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറിൽ ലോകോത്തര നിലവാരത്തിലുള്ള പുതിയ ട്രഡീഷണൽ ട്രെൻഡി ആഭരണങ്ങളും ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിച്ചു. ഒരു പതിറ്റാണ്ടായി പെരിന്തൽമണ്ണയിൽ സുവർണശോഭയോടെ തിളങ്ങി ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിൽ മുന്നേറുകയാണ് ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കസ്റ്റമേഴ്സിന് വിപുലമായ ആനുകൂല്യങ്ങൾ സമ്മാനിച്ച 10ാം വാർഷികാഘോഷം പെരിന്തൽമണ്ണ ഷോറൂമിൽ തുടരുകയാണ്. അക്ഷയ തൃതീയയും വന്നെത്തിയതോടെ വമ്പൻ ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറാണ് ഒരുക്കിയിരിക്കുന്നത്. അക്ഷയ തൃതീയോടനുബന്ധിച്ച് ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഒത്തിരി കളക്ഷൻസും ഉണ്ട്, നല്ല ഡിസൈൻസ് ഉണ്ട്, ഇഷ്ടപ്പെട്ടു. പണിക്കൂലിയിൽ 50% വരെ ഇളവ്, അരപ്പവൻ സ്വർണ്ണാഭരണങ്ങളുടെ ഓരോ പർച്ചേസിനും ഡയമണ്ട് പർച്ചേസുകൾക്കും സ്വർണ്ണ നാണയ സമ്മാനങ്ങളും 10ാം വാർഷിക ഓഫറിൽ ഉറപ്പായ സമ്മാനങ്ങളാണ്. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ ബമ്പർ സമ്മാനങ്ങളും ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നുണ്ട്. അക്ഷയ തൃതീയ ദിവസത്തോടനുബന്ധിച്ച് ഏപ്രിൽ 18, 19 തീയതികളിൽ പ്രത്യേക ഓഫറുകളും നൽകുന്നതോടൊപ്പം 10ാം വാർഷിക ഓഫറുകൾ ഏപ്രിൽ 30 വരെ നീണ്ടു നിൽക്കുമെന്ന് ഷോറൂം മാനേജർ ജസീൽ AP പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ 10 വർഷമായി പെരിന്തൽമണ്ണയിലുണ്ട്. അപ്പോൾ പെരിന്തൽമണ്ണയിലുള്ള നമ്മുടെ കസ്റ്റമേഴ്സിന് അക്ഷയ തൃതീയോടനുബന്ധിച്ചും വാർഷികത്തോടനുബന്ധിച്ചും പ്രത്യേക ആനുകൂല്യങ്ങളാണ് കൊടുക്കുന്നത്. പർച്ചേസ് ചെയ്യുമ്പോൾ ആഭരണങ്ങൾക്ക് 50% പണിക്കൂലിയിൽ ഡയറക്റ്റ് ഡിസ്കൗണ്ടും, പർച്ചേസ് ചെയ്യുന്ന ഓരോ അരപ്പവൻ്റെ മുകളിലുള്ള കസ്റ്റമേഴ്സിനും ഗോൾഡ് കോയിൻ സമ്മാനവും, പിന്നെ അക്ഷയ തൃതീയോടനുബന്ധിച്ച് സ്പെഷ്യലായിട്ട് അഡ്വാൻസ് മംഗല്യ സ്കീമുകളും നമ്മൾ ഈ വരുന്ന 18, 19 തീയതികളിൽ സ്പെഷ്യലായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ മാസം 30-ാം തീയതി വരെയും ഈ ആനുകൂല്യങ്ങൾ നമ്മൾ തുടർന്ന് പോകുന്നതാണ്. അക്ഷയ തൃതീയയുടെ ഭാഗമായി ലോകോത്തര നിലവാരത്തിലുള്ള ട്രഡീഷണൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ എക്സിബിഷനും സംഘടിപ്പിച്ചിട്ടുണ്ട്. മറ്റു വാർത്തകൾ. നാടിന്റെ ഉത്സവലഹരിയായി കോട്ടായി ശ്രീ വലിയമ്മക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേല മഹോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. കിഴക്കുമുറി, പടിഞ്ഞാറ്റുമുറി ദേശങ്ങളുടെ ആഭിമുഖ്യത്തിലാണ് ആഘോഷങ്ങൾ നടന്നത്. വിഷുവേല ദിനത്തിൽ പുലർച്ചെ ഗണപതി ഹോമം, വിശേഷൽ പൂജകൾ, കേളി എന്നിവ ക്ഷേത്രത്തിൽ നടന്നു. വൈകുന്നേരം ദീപാരാധനയ്ക്കും ചുറ്റുവിളക്കിനും ശേഷമാണ് ആഘോഷങ്ങളുടെ പ്രധാന ചടങ്ങായ കാവുകയറ്റം ആരംഭിച്ചത്. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി ചെമ്പൈമഠം വെങ്കിടേഷ് സ്വാമി നേതൃത്വം നൽകി. വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളുമായി വൈകുന്നേരം 6 മണിയോടെ കിഴക്കുമുറി ദേശം കാവുകയറി. പഞ്ചവാദ്യം, ശിങ്കാരിമേളം, തമ്പോലമേളം എന്നിവയുടെ താളത്തിനൊപ്പം ഉലക്ക ഡാൻസ്, ഗറില്ല ഡാൻസ്, റോബോട്ടിക് ആന, കാള, കുതിര വേഷങ്ങൾ എന്നിവ അണിനിരന്നു. തുടർന്ന് 6:50 നടന്ന വെടിക്കെട്ട് ആവേശമായി. രാത്രി 7 മണിയോടെ പാണ്ടിമേളത്തിൻ്റെയും തകിൽ വാദ്യത്തിൻ്റെയും അകമ്പടിയോടെ പടിഞ്ഞാറ്റുമുറി ദേശം കാവുകയറി. കാള, കുതിരവേഷങ്ങളും നെയ്യാണ്ടിമേളവും കൈക്കൊട്ടിക്കളിയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. രാത്രി 9 മണിയോടെ നടന്ന വർണ്ണാഭമായ വെടിക്കെട്ടോടെയാണ് ഈ വർഷത്തെ വിഷുവേല സമാപിച്ചത്. ഓങ്ങല്ലൂർ പേരൊക്കര പുത്തൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വിഷുവേല ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. ഗുരുതി, ചാന്താട്ടം, ദാരികാവധം പാട്ട്, തായമ്പക, മുരുകൻ കോവിലിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായി. തുടർന്ന് കഥകളിയും നടന്നു.
വെള്ളിനേഴി ചെങ്ങണിക്കോട്ടുകാവിൽ 4ാം വർഷവും മധുരമൂറുന്ന വിഷു പാലട ഒരുക്കി. സമീപത്തെ പാൽ സൊസൈറ്റികളിൽ ക്ഷീരകർഷകർ വിഷു തലേന്ന് ഉച്ചയ്ക്ക് ശേഷം എത്തിച്ചു നൽകിയ പാൽ ഉപയോഗിച്ചാണ് വിഷുപാലട തയ്യാറാക്കിയത്. പാലടയുടെ വിതരണോദ്ഘാടനം റെയിൽവേ ജീവനക്കാരി ശാലിനി സജീവിന് നൽകി ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ AM മോഹൻകുമാർ നിർവഹിച്ചു. 2ാം വാർഡ് മെമ്പർ നന്ദിനി, മണികണ്ഠൻ വട്ടുള്ളി, M മണികണ്ഠൻ, മുൻ ട്രസ്റ്റ് അംഗം മോഹനൻ വട്ടുള്ളി, വനിതാ കൂട്ടായ്മ അംഗങ്ങളായ രജിത മണി, ദിവ്യ സുധീർ, ഷീന വിനോദ്, സൗമ്യ പ്രകാശ് എന്നിവർ വിതരണോദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 2023 മുതലാണ് ക്ഷേത്രത്തിൽ പാലട പ്രഥമൻ ഒരുക്കാൻ തുടങ്ങിയത്. ഈ വർഷം സമീപത്തെ പാൽ സൊസൈറ്റികളിൽ ക്ഷീരകർഷകർ വിഷുത്തലേന്ന് ഉച്ചയ്ക്ക് ശേഷം എത്തിച്ചു നൽകിയ 700-ലധികം ലിറ്റർ പാൽ ശേഖരിച്ചാണ് ഇവിടെ പാലട പ്രഥമൻ ഒരുക്കിയത്. വിറകടുപ്പിലാണ് പായസം തയ്യാറാക്കിയത്. വെള്ളിനേഴിയിലെ പാചക വിദഗ്ധരായ അപ്പു ആശാന്റെയും കൃഷ്ണദാസ് മഠത്തിലിന്റെയും നേതൃത്വത്തിൽ ക്ഷേത്രം ഭാരവാഹികളും വനിതാ കൂട്ടായ്മ അംഗങ്ങളുടെയും സഹകരണത്തിലാണ് പായസം തയ്യാറാക്കിയത്. ആർദ്രം പാലിയേറ്റീവ് ഹോസ്പിറ്റൽ മാങ്ങോട്, ഗവൺമെന്റ് ആശുപത്രി ചെറുപ്പളശ്ശേരി എന്നിവിടങ്ങളിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും വിഷു പാലട നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. അട്ടപ്പാടി അഗളി ചാവടിയൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ സ്വദേശികളാണ് മരിച്ചവർ. അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ഇരുവരും. വനിതാ സംവരണം എന്ന പേരിൽ ലോക്സഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കാനും മണ്ഡല പുനർനിർണയം നടത്താനുമുള്ള നീക്കം BJP സർക്കാരിന്റെ ഹിഡൻ അജണ്ടയെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ. BJPക്ക് ഭരണം തുടരാൻ അനുകൂല ഇന്ത്യയെ സൃഷ്ടിച്ചെടുക്കാനാണ് നീക്കമെന്നും നജ്മ തബ്ഷീറ. വനിതാ സംവരണ ബില്ലിനെ പിന്തുണച്ചും ഡിലിമിറ്റേഷൻ ബില്ലിനോട് കടുത്ത എതിർപ്പും രേഖപ്പെടുത്തി പാർലമെന്റിൽ ET മുഹമ്മദ് ബഷീർ MP. രണ്ടും പരസ്പരം കൂട്ടിക്കെട്ടി ജനാധിപത്യ അവകാശങ്ങളെ ധ്വംസിക്കാൻ നീക്കമെന്നും ET മുഹമ്മദ് ബഷീർ. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് വിലയിരുത്തി UDF കമ്മിറ്റി. ബൂത്ത് തല വോട്ട് കണക്ക് പരിശോധിച്ചാണ് വിലയിരുത്തൽ. UDF ട്രെൻഡുണ്ടായാൽ ഭൂരിപക്ഷം 20,000 കടക്കും. ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ചെന്ന കേസ് പ്രതി പാലക്കാട് നഗരസഭാ കോൺഗ്രസ് കൗൺസിലർ M പ്രശോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ മണ്ണാർക്കാട് SC/ST കോടതി തള്ളി. അതിജീവിതയെ കോടതി വിസ്തരിച്ചു. കനത്ത ചൂടിൽ ഓട്ടോറിക്ഷയുടെ മുൻവശത്തെ ചില്ല തകർന്നു വീണു. മണ്ണാർക്കാടാണ് സംഭവം. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കാലിന് പരിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.